നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BP ചൗധരി അധ്യക്ഷനായ സമിതിയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പാർലമെന്ററി സമിതിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് മതി, അതിൻ്റെ ട്രയൽ റൺ എന്ന രീതിയിൽ 2029 NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം പോകാൻ വേണ്ടിയുള്ള നീക്കം. അതാവുമ്പോൾ BJPക്ക് അനുകൂലമായ ലോക്സഭാ സാഹചര്യങ്ങൾ തീർച്ചയായും സംസ്ഥാനങ്ങളിലും മുതലെടുപ്പ് നടത്താം എന്ന ഒരു ചിന്താ ആവിഷ്കാരത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നീക്കമാണിത്. ഇതിനെ ശക്തമായി മറ്റ് പാർട്ടികൾ പ്രതിഷേധിക്കുമ്പോൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ, പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളന സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി അവിടെ അവതരിപ്പിക്കാനാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എത്രത്തോളം ഫലവത്താകും? ഈ രാജ്യത്ത് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുമെന്ന് നേരത്തെയും BJP പറഞ്ഞു. പക്ഷേ നാളിതുവരെയായി പ്രതിപക്ഷത്തിൻ്റെ നീക്കം, കരുത്തുറ്റ നീക്കം കാരണം BJPക്ക് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് വനിതാ സംവരണം ഉൾപ്പെടെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ BJPയുടെ ദുഷ്ടലാക്ക് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അതായത് ഒരു നന്മ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ മറവിൽ ചെയ്യാൻ പോകുന്ന പല പല തിന്മകൾ ഒളിഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ, ഹിഡൻ അജണ്ട, അതാണ് BJPയുടെ ലക്ഷ്യം. BJPക്ക് ചാതുർവർണ്ണ്യം ഈ രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിനുവേണ്ടി ഹിന്ദുക്കളെയെല്ലാം ഒരു കുടക്കീഴിലാക്കാൻ, അതിനകത്ത് പിന്നാക്കക്കാരനും എല്ലാം ഉണ്ട്, അവരെ എല്ലാം കൂടെ ഒരു കുടക്കീഴിലാക്കിയാൽ മാത്രമല്ലേ അതിൽ ഭരിക്കാനായി ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി പ്രകാരം, മനുസ്മൃതി പ്രകാരം മുൻഗണനയിലുള്ള ആളുകൾക്ക് വരാൻ കഴിയും. അതല്ലാതെ വിവിധ മതങ്ങളാൽ നാനാത്വം നിറഞ്ഞ രീതിയിലേക്ക് വന്നാൽ പിന്നെ എങ്ങനെയാണ് ചാതുർവർണ്ണ്യം കൊണ്ടുവരാൻ കഴിയുക? അതുപോലെ മറ്റ് ഹിഡൻ അജണ്ടകളുണ്ട്. അതുപോലെ ഒരു ഹിഡൻ അജണ്ടയാണ് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് മതി എന്ന സംവിധാനം കൊണ്ടുവരുന്നത്. പോകെ പോകെ ആ തെരഞ്ഞെടുപ്പ് സംവിധാനമെല്ലാം പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യം ഒരു മൊണാർക്കിയിലേക്ക്, അതല്ലെങ്കിൽ ഒരു ഓട്ടോക്രസിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതായത് ഡെമോക്രസി പതിയെ പതിയെ മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം 5 കൊല്ലം കൂടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ വിരൽത്തുമ്പിൽ മഷി പതിയുന്നത്, വോട്ട് കൊടുക്കാനുള്ള അവകാശം. ഈ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സാധാരണക്കാരായ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. ആ വോട്ടവകാശമുള്ള ജനങ്ങളെ മുഴുവൻ 5 കൊല്ലം മുഴുവൻ ഭരിക്കുന്നു. എന്ത് അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നാലും ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ജനങ്ങൾക്ക് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താനോ ജനങ്ങൾക്ക് അധികാര സ്ഥാപനങ്ങളിലേക്ക് കയറി പ്രതിഷേധം നടത്താനോ യാതൊരു അവകാശവുമില്ല. അംബേദ്കറുടെ ഐഡിയോളജിയുമായി യാതൊരു സമാനതയും ഇല്ലാത്ത രീതിയിലുള്ള ഭരണമാണ് ഇത്രയും കാലമായും BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടി അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പറോട്ട് നാടകം.